ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലാണ്, അതും 24-ലൂടെയാണ്. അപ്പോൾ ഈ കേസിന്റെ നാൾവഴികൾ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഈ കേസ് ഡെവലപ്പ് ചെയ്തത്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കേസിന്റെ നാൾവഴികൾ? 2021 ഏപ്രിൽ 4-നാണ് തൃശൂർ കൊടകരയിൽ വ്യാജ അപകടം സൃഷ്ടിച്ച് കാർ തട്ടിക്കൊണ്ടുപോയി 3.5 കോടി രൂപ കവർന്നത്. കേസിൽ 23 പേരെ അറസ്റ്റ് ചെയ്തു. 2021 പ്രാഥമിക അന്വേഷണം നടത്തിയ ഇഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തത് 2023 മാത്രമായിരുന്നു. കള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇഡിക്കായില്ല. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി 2024 മേയിൽ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളി. 2024 ഒക്ടോബർ 31-ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24-ലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളോടെയാണ് കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടർന്നത്. 6 ചാക്കിലാക്കി RSS നേതാവ് ധർമ്മജൻ 9 കോടി രൂപയാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചതെന്നായിരുന്നു വെളിപ്പെടുത്തൽ. എത്ര പണം മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ വിതരണം ചെയ്തു, ആരൊക്കെ കൊണ്ടുപോയി എന്ന് കൃത്യമായി അറിയാമെന്നും സതീഷ് വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP കേരളത്തിലെത്തിച്ച കുഴൽപ്പണത്തിൽ 1 കോടി കെ സുരേന്ദ്രൻ തട്ടിയെടുത്തതായും സതീഷ് ആരോപിച്ചു. അതിനിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹവാല ഇടപാടിലൂടെ എത്തിയ 41 കോടി 40 ലക്ഷം രൂപ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ BJPക്കായി വിതരണം ചെയ്തുവെന്ന ഇടനിലക്കാരൻ ധർമ്മജന്റെ മൊഴി പുറത്തുവന്നു. പുതിയ വെളിപ്പെടുത്തലുകൾ നിഷേധിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറും രംഗത്തെത്തി. ആരോപണങ്ങൾ നിഷേധിച്ച ശോഭാ സുരേന്ദ്രൻ തിരൂർ സതീഷിനെ അറിയില്ലെന്നും പറഞ്ഞു. തുടർന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ സന്ദർശിച്ചതിന്റെ തെളിവ് തിരൂർ സതീഷ് പുറത്തുവിട്ടു. നവംബർ 4-ന് DGP കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് നിയമോപദേശം നൽകി. അന്വേഷണ സംഘം നവംബർ ആദ്യവാരം തുടരന്വേഷണത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകി. ഇന്നലെ തുടരന്വേഷണത്തിന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടെ അനുമതി. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. റിസർച്ച് ഡെസ്ക് 24.